കളിച്ചിരുന്ന ഒരാൾ അവിടെ പോയിട്ട് കാര്യമായിട്ട് പണിയെടുക്കുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്ന് എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ നല്ലോണം സൂം ചെയ്തെടുത്തിട്ടോ. അപ്പോൾ സൂം ചെയ്യുമ്പോൾ ആൾ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നെടുത്തോന്ന്. അങ്ങനെ എടുക്കാൻ പോയതാണ് ഞാൻ. അപ്പോൾ ആൾ ഭയങ്കരമായിട്ട് പണിയിലാണ്. കണ്ടാൽ വിചാരിക്കും എപ്പോഴോ തുടങ്ങിയ പണിയാന്ന്. ഇതിനിടക്ക് പോയതാണ്, ഞങ്ങൾ പോലും കണ്ടിട്ടില്ലായിരുന്നു ആളെപ്പോഴാണ് പോയത് എന്നുള്ളത്. അപ്പോൾ സാറും ടീച്ചേഴ്സൊക്കെ നല്ല പണിയിലാണ് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കായിരുന്നേ. ഞാൻ 3 പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ അഞ്ജു ചേച്ചിക്ക് ഇന്ന് നോമ്പുണ്ട്. ആദ്യത്തെ നോമ്പാണ്. അപ്പോൾ ആളോട് തന്നെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. നോമ്പെടുത്തിട്ട് എങ്ങനെയുണ്ട്? ക്ഷീണുണ്ടോ? നോമ്പെടുത്തത് അടിപൊളിയാണ്, കുഴപ്പമില്ല. ആദ്യത്തെയാണ്. എങ്ങനെയുണ്ട്? വിശക്കുണ്ടോ? വിശക്കണമൊന്നുമില്ല. ഉച്ചയ്ക്ക് ചെറുതായിട്ട് വിശന്നു, പിന്നെ കുഴപ്പമുണ്ടായില്ല. അത്താഴം കഴിച്ചിരുന്നു? പാത്തു 4 മണി 4:45 വിളിച്ച്. ഞാനാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു? ഫോൺ വിളിച്ച് പക്ഷെ അപ്പോഴേക്ക് ഞാൻ എണീറ്റുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എണീറ്റ് ചായ കുടിച്ചിട്ട് ഞാൻ അത്താഴം കഴിക്കാൻ ഞാൻ കിടന്നു തുടങ്ങി. താങ്കൾക്ക് നോമ്പുണ്ടോ? നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. തലവേദനയ്ക്കും പറ്റില്ല. താങ്കൾക്ക് പിന്നെ ഉണ്ടാവൂലേ? ഉണ്ടോ? അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ വിശേഷങ്ങൾ. നിങ്ങൾ കേട്ടില്ലേ എങ്ങനെയുണ്ട്? ഇത് രണ്ടും പറുത്തിട്ട് വന്നില്ലേ, ആ ചേച്ചിമാരുടെ മക്കളാണ് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ട് മതിയാവുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് അവിടെ കൊണ്ടുവെക്കുന്ന ടൈമായി. അപ്പോൾ എല്ലാവരും ഫുഡ് എടുത്ത് വെക്കാൻ വേണ്ടി പോയിട്ടോ. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ഫോണും കൊണ്ട് നടക്കായിരുന്നു പണി. അപ്പോൾ ഈ ഒരു ടൈമായപ്പോൾ പണിയെടുക്കാത്തവരൊക്കെ ഇറങ്ങി പണിയെടുക്കാൻ തുടങ്ങിയിട്ടോ. ഇപ്പം എല്ലാവരും കാര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. കാരണം കഴിക്കാനുള്ള ടൈമായല്ലോ. ഇത് ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഹിബ. ഇത്രയും നേരം എൻ്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യമായിട്ട് നല്ല പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ഫുഡൊക്കെ സെറ്റാക്കി വെച്ച് എല്ലാവരും ഇരിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും സൈഡിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ പണിയെടുക്കുന്നുണ്ടായിരുന്നു കാര്യമായിട്ട്. ഞങ്ങളെ കൂട്ടത്തിലുള്ളവർ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈമായി. അൽഹംദുലില്ലാഹ് എല്ലാവരും നല്ല റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നിട്ടോ. ഞാനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. കാരണം ഇവരുടെ കൂടെ ഇങ്ങനൊരു നോമ്പ് തുറ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോകുന്നത് മുതൽ വരുന്നവരെ ഞാൻ അത്രയും സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നത്. ഞാനിന്ന് വന്നിട്ട്